ശശി തരൂർ എന്ന അധ്യായത്തെ സോണിയാഗാന്ധി വീണ്ടും തുറന്നപ്പോൾ നക്ഷത്രമെണ്ണി പോകുന്ന തരത്തിൽ അടികിട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. മൂന്നാം ഊഴത്തിനായി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ കൂട്ടിമുട്ടിക്കാനായി സാമുദായിക നേതാക്കന്മാരുടെ കാലുവരെ പിടിച്ചു നടക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീർത്തും പരാജിതൻ ആണ് എന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പൊതുമധ്യത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സർക്കാരിന്റെ ബിസിനസ് സബ്മിറ്റിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ശശി തരൂറായിരുന്നു. അന്ന് സകല നേതാക്കളും കേരള സർക്കാരിന്റെ നേട്ടമാണ് ഇത് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയായിരുന്നു. മന്ത്രി പി രാജീവ് ശശി തരൂരിനെ വാനോളം പുകഴ്ത്തുന്നതൊക്കെ ചെയ്തു. കോൺഗ്രസിന് മാത്രം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ അംഗീകരിക്കാൻ മടിയാണ്. പക്ഷേ വിശ്വപൗരനായ ശശി തരൂരിനെ കണ്ടില്ലേ, ഞങ്ങൾക്ക് കൈയടിക്കുകയാണ് എന്നൊക്കെ വലിയ പുകിലുകൾ ഉണ്ടാക്കിയ ടീമായിരുന്നു ഇപ്പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ. അവർ അവരുടെ നേട്ടങ്ങളെ ശശി തരൂരിലൂടെ മാർക്കറ്റ് ചെയ്യാനാണ് നോക്കിയത്. എന്നാൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി മറിയുകയാണ്. തരൂരിനെ പുറത്താക്കണം എന്ന തരത്തിൽ കേരളത്തിൽ ഹൈക്കമാൻഡ് പോലും ഒരു വേള നിലപാട് കടുപ്പിച്ചു. എങ്കിലും സോണിയാഗാന്ധി വീണ്ടും തരൂരിന് പുതിയ പദവികൾ നൽകി കൂടെ കൂട്ടുമ്പോൾ വരാനിരിക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ അത് CPM-ന് തിരിച്ചടിയായി മാറുകയാണ്. ഇവിടെയാണ് പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് തരൂർ മുഖ്യമന്ത്രിയെ നക്ഷത്രമെണ്ണിക്കുന്നത്. പറഞ്ഞു വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെയും തരൂർ വിമർശിക്കുകയാണിപ്പോൾ. പലിശ പോലും നൽകാനാവാതെ കടം വാങ്ങൽ തുടരുന്നു എന്ന കടുത്ത വിമർശനം തന്നെയാണ് തരൂർ ഉയർത്തിയിരിക്കുന്നത്. കടമെടുത്ത് പലിശ പോലും അടക്കാനാവാതെ വികസന പ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് അടിവരയിട്ട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും ഇന്നലെ വരെ പുകഴ്ത്തിയ ഇപ്പറഞ്ഞ സർക്കാരിന് ഇല്ല. നിക്ഷേപം കൊണ്ടുവന്ന് തൊഴിലവസരം ഉണ്ടാക്കണം. മാറ്റത്തിനായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സർക്കാർ വേണം. എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നത് സംസ്ഥാനത്തിന് ഉചിതമല്ല എന്നും പൊതുപ്രവർത്തകർ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണമെന്നും തരൂർ കൃത്യം പോയിന്റിൽ പറയുന്നുണ്ട്. കോൺഗ്രസിനെതിരെ ശബരിമല വിഷയത്തിൽ NSS പരസ്യമായ നിലപാട് എടുത്തൊരു സമയത്തു കൂടിയാണ് വെറുതെ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല, എല്ലാം പഠിക്കണമെന്ന് തരൂർ പറയുന്നത്. അതിനുശേഷം ചില അനുനയ ശ്രമം കോൺഗ്രസ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഡൽഹിയിൽ NSS-ന്റെ ചടങ്ങിൽ തരൂർ എത്തുന്നത്. ഇത് NSS നൽകുന്ന സന്ദേശം കൂടിയാണ്. തീർത്തും NSS-ഉമായുള്ള തരൂരിന്റെ വേദി പങ്കിടൽ പിണറായി വിജയനെ ഞെട്ടിക്കുക തന്നെയാണ്. എന്തായാലും തരൂർ ഡൽഹിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കാണാം. The governance culture drifts between bankrupt inertia and partisan improvisation. But I refuse to succumb to cynicism. I believe Kerala can rise again if we summon the courage to confront hard truths and embrace bold reforms. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ആവശ്യമുള്ളത് ഒരു കോൾ ടു ആക്ഷനാണ്. ഞാൻ ഇത് അടുത്ത വർഷം ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് പറഞ്ഞിട്ട് മാത്രമല്ല ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മൾ ഓരോരോ ദിവസം, ഞാൻ എല്ലാ ആഴ്ചയും എല്ലാ 10 ദിവസവും കേരളത്തിൽ പോയി കണ്ട് സംസാരിച്ച് വരുന്നൊരു വ്യക്തിയായ കാരണമാണ് എനിക്ക് പറയാൻ ഒരു അവകാശം തോന്നുന്നത്. നമ്മുടെ സ്ഥിതി ഇത് ഇൻഡെഫിനിറ്റ്ലി തുടരാനുള്ള സാധ്യതയില്ല. മാറ്റത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു. ശരിക്കും our debt has ballooned to unsustainable levels, driven not by strategic investment. അഥവാ നമ്മൾ ഈ കടമെടുത്തിട്ട് വല്ല പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് അർത്ഥമുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ബോറോയിങ് ടു പ്ലഗ് റുട്ടീൻ ഡെഫിസിറ്റ്സ്. വി ആർ സ്പെൻഡിങ് മോർ ഓൺ ഡെറ്റ് സർവീസിങ് ദെൻ ഓൺ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ വർഷവും സർക്കാരിൻ്റെ ചെലവിൽ ഇതുവരെ അവരെടുത്ത കടത്തിൻ്റെ പലിശ അത് കൂടുതലാണ് വികസനത്തിനും കാട്ടും. അപ്പോൾ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്ന കാശിനും കാട്ട് കൂടുതലാണ് അവർ പലിശയ്ക്ക് അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയും കടം വാങ്ങുന്നു എല്ലാ വർഷവും. ഇതിൽ അർത്ഥമുണ്ടോ?